അതാണ് അവന്റെ കുടുംബ ബന്ധം തകർന്നു പോയത്. നിന്റെ കുടുംബം തകരുന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാണ്. നിന്റെ ക്യാരക്ടർ അസാസിനേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി നീയാണ്. ഇപ്പൊ അനുമോൾക്കെതിരെ ഇത്രയധികം വർത്തമാനം പറയുന്നത് അതിന്റെ ഉത്തരവാദി അനുമോൾ തന്നെയാണ്. കാരണം അവൾക്ക് ഇത്തിരി സൗന്ദര്യം ഉണ്ടായിപ്പോയി, അവൾക്ക് ഇത്തിരി ജെനുവിൻ ക്യാരക്ടർ ഉണ്ടായിപ്പോയി, അവൾ ഇത്തിരി നല്ല കുട്ടിയായിപ്പോയി, അവൾ ഇത്തിരി നല്ല കുടുംബത്തിൽ പിറന്ന കുഞ്ഞായിപ്പോയി. ആ കുറ്റം അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അവളെ ടാർഗറ്റ് ചെയ്യുന്നത്. സെയിം തിങ് അവൾ എന്താ പറഞ്ഞ ശൈത്യയോട്, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചല്ലേ നമ്മൾ ഇതിനകത്തോട്ട് വന്നത്. ഉണ്ടാവട്ടെ, ഒരാൾ കമന്റ് എഴുതിയ കമന്റിലാണോ നമ്മുടെ ലൈഫ്? അത് ചോദിച്ചത് ബെസ്റ്റ് മോട്ടിവേറ്റർ ആണ് അവള്. ബെസ്റ്റ് മോട്ടിവേഷൻ ആണ് ചോദിച്ചത്. നിന്റെ കൈയിരിപ്പ് കൊണ്ടല്ലേ നിന്നെ ആളുകൾ കളിയാക്കുന്നത്. നീ എന്തിനാ അതിനകത്ത് ചാടിപ്പോയി? ഇപ്പൊ നമ്മളെയൊക്കെ ഒരുപാട് വിളിക്കുന്നു. ഇപ്പൊ എന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ തെറി പറയണം. തെറി പറഞ്ഞിട്ടല്ലേ അവർ പറയണത്? പറയാതിരുന്നെങ്കിൽ അത് പറയോ? അപ്പൊ നമ്മൾ ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, ആ സാധനം എടുത്തു വെച്ച് അവർ ഊക്കുന്നു. ആ ഊക്കൽ കേൾക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ ഈ ഫീൽഡിൽ വരാതിരിക്കുക. ഇതൊക്കെ ഉണ്ടാവും. അപ്പ് ആൻഡ് ഡൗൺസ് വിൽ ബി ദെയർ. അത് മസ്റ്റാണ്. അപ്പം അക്ബറിന് അതല്ല പ്രശ്നം. അക്ബറിന്റെ പ്രശ്നം കപ്പ് അവനാണെന്ന് അവൻ വിശ്വസിച്ചിരുന്നിടത്ത് അനുമോൾക്ക് അത് പോകുന്നു എന്നുള്ള തിരിച്ചറിവിലാണ്. അവിടെ എല്ലാവർക്കും ഉണ്ടാവും വിഷമം. എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. അക്ബറിന് ടെൻഷൻ വന്നത് എന്തെന്നറിയാമോ? സെർഗോ ഉറപ്പ് കൊടുത്ത ആ ഒരു സംഗതി. അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചാനലുകൾ പൂട്ടപ്പെടുന്നു. അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെ കേസുകൾ വരുന്നു. അനുമോൾക്ക് വേണ്ടി ആരൊക്കെ നിൽക്കുന്നോ അവരെ എല്ലാം തറ പറ്റിച്ചുകൊണ്ട് അക്ബറിനെ മുന്നേറ്റം കൊണ്ടുവരുന്നു. സത്യം പറഞ്ഞാൽ ഒരൽപ്പം പോലും മനസ്സാക്ഷിയില്ലാത്ത പരിപാടിയാണ് ഈ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അനുമോളെ ജയിപ്പിക്കണമെന്ന് പറയത്തില്ല. അത് ഡിപ്പെൻസ്. അവൾക്ക് കിട്ടുന്ന വോട്ടിന്റെ ബേസിൽ അവളെ ജയിപ്പിച്ചാൽ മതിയാവും. പക്ഷെ അവിടെ ആപ്റ്റായി കളിച്ച കുറെ അധികം പേരുണ്ട്. നെവിൻ എന്താണ് കുഴപ്പം? അനുമോളോട് ഫൈറ്റ് ചെയ്തു എന്നൊരൊറ്റ കുറ്റം കൊണ്ടാണ് ഞാൻ നെവിനെ എഗൻസ്റ്റ് പറഞ്ഞത്. അല്ലെങ്കിൽ നല്ലൊരു ബെസ്റ്റ് എന്റർടൈനർ അല്ലേ അവൻ? ആണോ അല്ലയോ? അവന് ദേ ഉണ്ടോ, അവൻ വാങ്ങി തിന്നോ പിടിച്ചു തിന്നോ? അതൊക്കെ നമ്മൾ ഗെയിം, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. ഇത്രയധികം പ്രശ്നം ഉണ്ടായിട്ട് അവൻ എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. നീ ആ ഡേർട്ടി കാർഡ് എടുത്ത് വെച്ച് കളിക്കല്ലേ എന്ന് പറഞ്ഞത് ആദില നൂറയാണ്. സിമ്പിളായിട്ട് അവൻ അവരൊക്കെ തീർത്ത് കെട്ടാം. അതായത് ടാർണിഷ് ചെയ്ത് കൈ കൊടുക്കാൻ പറ്റും ആദില നൂറെ. വായി തുറന്നു അവൻ. പക്ഷെ അനുവിനെതിരെ പറഞ്ഞു, നീ ആണാണോ എന്നുള്ള ചോദ്യം അവന് വല്ലാണ്ട് നൊന്തു. അവന്റെ ഉള്ളിലുള്ള കോംപ്ലക്സ് ആണ് അവിടെ വർക്കൗട്ട് ചെയ്തത്. അതുകൊണ്ടാണ് അവൻ അനുമോൾക്കെതിരെ അങ്ങനെ ഒരു സംസാരം പറഞ്ഞത്. ഇവളുമാര് പറഞ്ഞത് നിന്റെ വൃത്തികെട്ട കാടെന്നാണ്. ആ വൃത്തികെട്ട കാടെന്ന പദം ഏറ്റവും ഹീനമായ ഒരു പദമാണ്. ആരെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ആരുടെ വോട്ടിന്റെ ബേസിൽ ആദില നൂർ അവിടെ നിൽക്കുന്നോ ആ കൂട്ടരെ എല്ലാം വൃത്തികെട്ടവരെന്നാണ് അവൾ മെൻഷൻ ചെയ്തത്. അത് നവീന് ധാരാളം ഇവരെ ടാർണിഷ് ചെയ്യാം. പക്ഷെ അയാൾ ഉപയോഗിച്ചോ? ഇല്ല. വളരെ ജെന്യൂനായിട്ട് കളിച്ചു, വളരെ നന്നായി കളിച്ചു. ഒരു പ്രാവശ്യം ഇറങ്ങി ഓടിപ്പോവുകയും ചെയ്തു. ഒരു വക പുറത്തുള്ള ഒരു സപ്പോർട്ടും ഇല്ലാതെ അവൻ നന്നായി നിന്നു. ഉപദ്രവിക്കപ്പെട്ടു, ഒറ്റപ്പെടുത്തപ്പെട്ടു, വല്ലാണ്ട് ഉപദ്രവിക്കപ്പെട്ടു. അവന്റെ ക്യാരക്ടർ അസാസിനേഷൻ ഷാനവാസ് നടത്തി. അവൻ പോയി ഇരിക്കുന്നിടത്ത് നമ്മൾ ഇരിക്കില്ല. അവൻ അനാവശ്യമായി ടച്ച് ചെയ്യുന്നു. പെണ്ണുങ്ങളെ തൊടുന്നതിനേക്കാൾ ആണുങ്ങളെ ടച്ച് ചെയ്യുന്നു. ഷാനവാസിനെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഇതൊക്കെ പറഞ്ഞു. ഇത്രയധികം കാര്യങ്ങൾ അവൻ ഓവർകം ചെയ്തു വന്നു. അതിജീവനമല്ലേ അത്? അവന്റെ വിഷയം സംസാരിക്കുമെന്ന പ്രതീക്ഷയിൽ ഇരുന്ന ആ വീക്കിൽ നെവിൻ